അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് നല്ല വെള്ളക്കടലക്കറി തയ്യാറാക്കാം. കാബൂളി കടല എന്നൊക്കെ പറയണ ഇത് എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പത്തിരി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, നൂൽപുട്ട്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഉപ്പും മാത്രം ചേർത്താണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് കറുത്ത കടലിൻ്റെ അത്ര വേവില്ല. ഒരു വിസിൽ വന്ന് അതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും റെഡി. ഇപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയോടെ ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 4 പച്ചമുളകാണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് ഉള്ളിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി ഞാൻ 2 എണ്ണം, മീഡിയം സൈസ് 2 വലിയ ഉള്ളിയാണ്. ഇത് കൊത്തി അരിഞ്ഞതാണ്. ഇതേ രീതിയിൽ തന്നെ അരിയണം. മസാലകളൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്താൽ നന്നായിട്ട് വഴന്ന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മസാലകളൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരണം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, കടല എടുക്കുന്നതിനനുസരിച്ച് വേണം മസാലകളൊക്കെ ചേർക്കാൻ. ഞാൻ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ചേർക്കാം. ഇത് കുരുമുളക് ക്രഷ് ചെയ്തതാണ്. നിങ്ങളടുത്ത് പൊടി ഉണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇനി ഞാൻ 2 തക്കാളി, ഇടത്തര വലിപ്പമുള്ള 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം ഒന്ന് മിക്സായി നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടി നന്നായിട്ട് വഴന്ന് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് കടല വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മിക്സായി ഇനിയും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വെന്തുടയണം, എങ്കിലേ കടലക്കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടലക്കറിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുകയാണ്. ഓവറായിട്ട് വെള്ളം പാടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് കടലയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതുവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഒക്കെ അവസാനം ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ നിൽക്കുകയുള്ളൂ. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കസൂരി മെത്തി. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് കറിക്ക് നല്ല കട്ടിയും തോന്നും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നല്ല അടിപൊളി വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പായിക്കോട്ടെ, ഇടിയപ്പായിക്കോട്ടെ, ചപ്പാത്തി, ചോറ്, പത്തിരി, എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ഞാനിവിടെ പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.